അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമുസ്തക്കൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. കുറച്ച് ലെങ്ത്ത് കൂടിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കണേ. ദോശക്കുള്ള മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഒക്കെ 3 മണിക്ക് പോകുമ്പോൾ ഞാൻ അടിച്ച് നോക്കിയപ്പോൾ ഇത്രയ്ക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് കയ്യിലൊക്കെ ഇട്ടിട്ട് ഇളക്കിയതാണ്. ഒന്നും കൂടി ഇളക്കാം. കുറച്ച് ഈസ്റ്റ് ഇട്ടിട്ട് ഞാൻ അരച്ച് വെച്ചത് കേട്ടോ. ഒരുപാട് ഈസ്റ്റ് ഇട്ടില്ല. ഒരുപാട് ഇട്ടെങ്കിൽ 1 സ്പൂണൊക്കെ ഇട്ടെങ്കിൽ പൊന്തിപ്പോയിട്ടുണ്ടാവും. ഒരു നുള്ള് ഇട്ടാൽ ഇങ്ങനെ നമ്മളിങ്ങനെ എടുക്കില്ലേ കൈക്ക്, ഇങ്ങനെ ഒരു നുള്ള് ഈസ്റ്റ് ഇട്ടിട്ടാണ് അരച്ച് വെച്ചത് കേട്ടോ. ഒരു 2.5 ഗ്ലാസ് പച്ചരിയും 1/2 ഗ്ലാസ് ചോറും പിന്നെ കുറച്ച് ഈസ്റ്റും ഒരു ലേശം ഉഴുന്നും കേട്ടോ. 1 സ്പൂണ് 2 സ്പൂണൊക്കെ ഉഴുന്നുണ്ടാവുള്ളൂ. ഇന്ന് പാലൊന്നും കിട്ടിയില്ല. ഇന്നലെ പാലിന് പോയപ്പോൾ രാത്രി കടയിൽ പോകുമ്പോഴേക്കും പാല് കഴിഞ്ഞു. കട്ടൻ ചായ 1 ഗ്ലാസ് കുടിക്കട്ടെ. നല്ലപോലെ വയറ് കാഴ്ചയുണ്ട്. 1 ഗ്ലാസ് കട്ടൻ കുടിക്കാല്ലേ. കടല പച്ചപ്പട്ടാണ് ഇട്ട. ഗ്രീൻ ബീൻസൊക്കെ നല്ല വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഉരുളക്കിഴങ്ങൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് വെറുതെ ഒരു കറി ഉണ്ടാക്കണം. എന്തായാലും ചായ കുടിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇതൊക്കെ നമുക്ക് വേവിക്കാം. മറ്റാൾ എണീറ്റ് വിട്ടാ സൗണ്ട് കേട്ടാണ് തോന്നുന്നു. രണ്ട് പാർലേജി ബിസ്ക്കറ്റ് ഉണ്ട് കേട്ടോ. 2.5 മുറിയുണ്ട്. അപ്പോൾ ഇത് കൂട്ടിയിട്ട് 1 ഗ്ലാസ് കട്ടൻ കുടിക്കട്ടെ. എന്നാലേ നമുക്കൊരു വയറ് കാഴ്ചയൊക്കെ മാറി കിട്ടുള്ളൂ. അയ്യോ, ഒരു പീസ് ഉള്ളിൽ പോയി. ഇന്നലെ മത്തിയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു കേട്ടോ. ഫ്രിഡ്ജിൽ കഴുകിയിട്ടില്ല, ഒക്കെ ക്ലീൻ ചെയ്ത് വെച്ചു. അപ്പോൾ അതാദ്യം എടുത്തൊന്ന് പുറത്ത് വയ്ക്കാം. ഐസ് കൂടുതലായിട്ട്. നല്ല കുഞ്ഞൻ മത്തിയാണ് കേട്ടോ. ചെറിയ മത്തി, നല്ല ഫ്രഷായിരുന്നു. അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ ക്ലീൻ ചെയ്തു കേട്ടോ. ഇനി ഒന്ന് നല്ലപോലെ കഴുകിയാൽ മതി. ഇല്ലെങ്കിൽ ഇന്ന് എല്ലാം കൂടെ എന്നെക്കൊണ്ടാവില്ല. അപ്പം കുറച്ച് കല്ലുപ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് ഐസൊക്കെ പോയി കിട്ടും. ഇതൊരു ഭാഗത്ത് ഇരിക്കട്ടെ. ഇനി അടുത്ത പണികളൊക്കെ ചെയ്യാൻ തുടങ്ങാം. ഇതിവിടെ ഇരിക്കട്ടെ. ആരും അധികം എണീറ്റിട്ടൊന്നുമില്ല കേട്ടോ. അപ്പുറത്തൊരു വീട്ടിൽ നിന്ന് എണീറ്റു തോന്നുന്നുണ്ട്. ആരും എണീറ്റിട്ടൊന്നുമില്ല. അങ്ങനെ അടുപ്പൊക്കെ അങ്ങോട്ട് തീ പിടിപ്പിച്ചു വിട്ടാ. ഉഷാറായി കത്തിയൊക്കെ തുടങ്ങി. ഇനി ആദ്യം വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കട്ടെ. അതിന് ശേഷം ചോറിനുള്ള വെള്ളമൊക്കെ വെക്കാം. അപ്പോൾ ഞാൻ വെള്ളം കല അടുപ്പിലൊന്ന് വെച്ച് കൊടുക്കട്ടെ. വെള്ളമൊക്കെ തിളക്കട്ടെ. തേങ്ങ ചിരവണം. ഇന്നലെ കടയിൽ നിന്ന് തേങ്ങ വാങ്ങിക്കൊണ്ട് വന്നാണ്. അത് കുറച്ച് ഈ ഒരു അരികു സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കേടായ പോലെ ഉണ്ട്. ഇത് കണ്ടില്ലേ? അവിടെയൊക്കെ ഒന്ന് സ്പൂൺ കൊണ്ടൊക്കെ എടുത്ത് കളഞ്ഞതാണ്. പിന്നെ തേങ്ങയൊക്കെ ചിരവിട്ട് അതിന് മുൻപായിട്ട് കടല വേവിക്കാനിടണം. അതൊക്കെ നല്ലപോലെ കഴുകി കുക്കറിലിട്ടതാണ് കേട്ടോ. പച്ചപ്പട്ടാണി, ഗ്രീൻ ബീൻസ്. ഇന്നലെ ഉരുളക്കിഴങ്ങ് അപ്പോഴേക്കും ഫോൺ വന്നു കേട്ടോ. അപ്പോഴേക്കും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ചിലപ്പോൾ ഞാൻ ഉറക്കത്തിൽപ്പെട്ടോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. ഒക്കെ 3 മണിക്ക് പോവുകയൊക്കെ ചെയ്തു കേട്ടോ. ഞാൻ ഉറക്കത്തിൽപ്പെട്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് 2-3 പ്രാവശ്യം ഇങ്ങനെ വിളിക്കും. ആ സമയം ഒന്ന് വിളിച്ചതാണ്. അങ്ങനെ കടലയൊക്കെ അത് അടുപ്പത്തൊക്കെ ഇട്ടു കേട്ടോ. ഇനി കടലയൊന്ന് വേകട്ടെ. ഇന്ന് കിഴങ്ങൊന്നുമില്ല. ഇന്നലെ ഉരുളക്കിഴങ്ങ് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞപ്പോൾ പച്ചപ്പട്ടാണി ഇവിടെ ഉണ്ട്, ഉരുളക്കിഴങ്ങ് വാങ്ങിയിട്ട് വായോ പറഞ്ഞത്. അതായത് ഗ്രീൻ ബീൻസ്. അപ്പോൾ അവർ കരുതി ഗ്രീൻ ബീൻസാണെന്ന് കരുതിയിട്ട് പോയിട്ട് വേഗം ഗ്രീൻ ബീൻസാണ് കേട്ടോ വീണ്ടും വാങ്ങിയിട്ട് വന്നത്. ഇനി ഇവരെ വിളിക്കണ കാര്യമാണ് ഭയങ്കര ബുദ്ധിമുട്ട്.
ഒക്കെ ഒന്ന് വിളിച്ചുണർത്തട്ടെ. ഇനി ആദിലിനെ വിളിക്കുമ്പോൾ അയ്യാൻകുട്ടി എണീക്കും. അതാണ് സംഭവം. കുറച്ച് കൂടി കിടക്കുകയാണ്, കണ്ടില്ലേ? ആദിലേ, സമയം 5:30, എണീക്കീന്ന് മദ്രസയിൽ പോണ്ടേ? ഫാനൊക്കെ ഓഫ് ചെയ്യട്ടെ. മദ്രസയിൽ പോണ്ടേ? ആദിലേ, നീ പോണ്ടോ ഇല്ലയോ? ലീവാണ്, വരട്ടെ ഉസ്താദിൻ്റെ അടുത്ത്. ആദിലേ, ഡാ നിന്നെ വിളിക്കുന്നത് കേട്ടാ അയ്യാൻകുട്ടി പേണിക്കണ്ട. ആദിലേ, കുൽക്കുണ്ട നോക്കടാ. പുതപ്പ് പിടിച്ച് വലിച്ച് മൂടി എണീക്കേന്ന്. ഇനി ഉമ്മ വിളിക്കില്ല കേട്ടാ. ഇങ്ങനെ നിങ്ങൾ വിളിക്കാൻ വന്ന് നിൽക്കുമ്പോഴെൻ്റെ എത്ര പണിയാണ് അറിയാം അവിടെ പോണത്. ആദിലേ, മദർസയിൽ പോണ്ടോ ഇല്ലയോ? അത് ആദ്യം പറ. പോണ്ടെങ്കിൽ എനിക്ക് ഇനി ഞാൻ വിളിക്കില്ല. പോണ്ടോ ഇല്ലയോ? അതാ നിന്നെ വിളിക്കണത് കേട്ടിട്ട് നോക്ക്. ഇവിടെ എണിക്കാൻ തുടങ്ങി. ഇനി മറ്റാളിനെ പോയി വിളിക്കട്ടെ, വാവനെ. ഹലോ മേഡം, എനിക്ക് വാവേ, നിനക്ക് ഇന്ന് രാവിലെ അല്ലേ മദ്രസ? ഇന്ന് രാവിലെ അല്ലേന്ന്? ഇതാണ് സംഭവങ്ങളൊക്കെ കേട്ടോ. അപ്പം ഞാൻ ഇനി തേങ്ങയൊക്കെ ചെരുവി എൻ്റെ പണികൾ നോക്കട്ടെ. ഇവരെ വിളിച്ച് നമുക്ക് മതിയാവും. അയ്യാൻകുട്ടി എണീറ്റാൽ ചിലപ്പോൾ നല്ല മൂടായിരിക്കും, ചിലപ്പോൾ കരച്ചിലായിരിക്കും. അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് ഞാൻ ചെരുവി എടുക്കട്ടെ. കവറുകളൊക്കെ വേഗം കയ്യിൽ കിട്ടുമ്പോൾ ഇതുപോലെ കത്തിക്കാത്ത അടുപ്പാണ്. അതിൽ ഞാൻ വെക്കും. ലാസ്റ്റ് പിന്നെ വേറൊരു കവറിലാക്കിയിട്ടാണ് പുറത്ത് കൊണ്ടിടുക കേട്ടോ. അപ്പം ആദ്യം ഇല്ലാണ്ട് ഞാൻ അടുപ്പിലിട്ട് കത്തിക്കുകയൊന്നുമില്ല. ആദ്യം ഇതുപോലെ ഇങ്ങോട്ട് വെക്കണ്ട. ഈ അടുപ്പിൽ വേഗം വെക്കുന്നതാകുമ്പോൾ ഇങ്ങോട്ട് ഒതുങ്ങിയിരിക്കുമല്ലോ. ദോശ ചൂടിലൊക്കെ തുടങ്ങിയിട്ടാ. ഫോൺ ചാർജ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നേരം ചാർജിലിടാൻ പോയി. ഇങ്ങനെ മറിച്ചിടണമൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ പരത്തിയിട്ട് മൂടി വെച്ചിട്ട് എടുക്കാൻ. എന്തായാലേ ഇതുപോലെ ഇങ്ങോട്ട് എടുത്തോട്ടാ. തട്ടിൽ കുട്ടി ദോശ എന്നൊക്കെ പറയില്ല, അതുപോലെയാണ്. അപ്പം വെള്ളമൊക്കെ തിളച്ചു വിട്ടു. അപ്പോൾ അടുപ്പിൽ വേഗം മീൻ കറി വെക്കാനുള്ളത് നോക്കട്ടെ. മീനിപ്പോൾ തലേ ദിവസം ക്ലീൻ ചെയ്തതുകൊണ്ട് പെട്ടെന്ന് പണിയൊക്കെ. ഞാൻ ചിലപ്പോൾ ഇതുപോലെയൊക്കെയാണ് അധികം മീൻ കറിയൊക്കെ വയ്ക്കുക, പെട്ടെന്ന് പണിയൊക്കെ തീരാൻ വേണ്ടിയിട്ട്. താളിച്ചും വയ്ക്കും. ആദ്യം തന്നെ ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് ഇതുപോലെയും വയ്ക്കും. പുളി കഴിഞ്ഞ് വെള്ളമൊക്കെ ഒഴിക്കട്ടെ. പുളി കഴിഞ്ഞ വെള്ളം ആദ്യം ജാറിലുണ്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ജാറിലുള്ളതൊക്കെ ഉണ്ട്, അതിലുള്ള തേങ്ങയൊക്കെ ഇതിൽ വരും. തക്കാളിയും പച്ചമുളകൊക്കെ മുറിച്ചിട്ട് കൊടുക്കട്ടെ കേട്ടോ. ഉലുവ വറുത്ത പൊടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഉലുവ എങ്ങനെ ഇട്ട് കൊടുക്കാം. കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. ചെറിയ തീയിലടുപ്പിൽ ഇങ്ങനെ ഇരിക്കട്ടെ. കുട്ടികൾ ഇറങ്ങാൻ നിൽക്കണ നേരം മഴ പെയ്യാനും തുടങ്ങി. ഒരു കുടയേ ഉള്ളൂ. ഒരാൾ റെയിൻ കോട്ട് എടുക്ക്, ഒരാൾ കുടയും പിടിക്കി. രണ്ടുപേരും കൂടി കുടയിൽ പോകാൻ പറ്റില്ല. അച്ഛോ, നീ കുട പിടിക്കുക. അതിൽ റെയിൻ വേണ്ട. ചെറിയ മഴയിൽ അവിടെ എത്തുന്ന വരെ കൊള്ളേണ്ടത്, അല്ലെങ്കിൽ തയ്ച്ചക്കൻ തലവേദന പറയുന്നുണ്ട്. റെയിൻ കോട്ട് എടുക്ക്. നീ അയ്യാ റെയിൻ കോട്ട് എടുക്ക്. സ്വത്തു അതാ എനിക്ക് പിടിക്കും. വരുമ്പോൾ അത് അഴുക്കിയുമ്പോൾ ഒരു കവർ തരാം. വരുമ്പോൾ കവറിലിട്ടാൽ മതി. ഉസ്താദിനോട് പറ, നേരമൊന്നും വെളുക്കണില്ല, 6 മണിയാകുമ്പോഴേക്കും നേരം വെളുത്തിട്ടില്ല എന്ന് പറ കേട്ടാ. സമയം 6:30 ആവാറായി.
ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരൊക്കെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഞാൻ എന്താ മീൻ കറിക്കൊക്കെ ഒന്ന് താളിച്ചൊഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മുളക് പൊടി ഒരു കുറവുള്ളതുപോലെ തോന്നി. അപ്പോൾ എത്ര മുളക് പൊടി ഇട്ടാലും അധികം കളറൊന്നും അറിയുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ കറി താളിച്ചൊഴിക്കുമ്പോൾ അതിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. പിന്നെ കടലക്കറി വെക്കാമെന്നൊക്കെ വിചാരിച്ച് നോക്കിയപ്പോഴാണ് മല്ലിപ്പൊടി കഴിഞ്ഞിരുന്നു. മീൻകറിക്ക് മല്ലിപ്പൊടി എടുത്തപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ആ കടല നമുക്ക് കറിയാക്കേണ്ട ഉപ്പേരി പോലെ എന്തെങ്കിലും ആക്കാമെന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ ദോശയ്ക്ക് പെട്ടെന്നൊരു തക്കാളി ചമ്മന്തിയൊക്കെ റെഡിയാക്കി എടുത്തു കേട്ടോ. ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റി ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങയെല്ലാം കൂടി വഴറ്റിയിട്ട് അങ്ങനെ ആക്കിയെടുത്തു. അതിനുശേഷം കടല താളിക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് കടുകും പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പെരിഞ്ചീരകം ഇടുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. പിന്നെ സബോള, മല്ലിയില, കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ കടല അതിലിട്ടിട്ട് നല്ലപോലെ അങ്ങോട്ട് ഇളക്കിയിട്ട് എടുക്കുക തന്നെ. ഇങ്ങനെ ആക്കി അങ്ങനെ അമ്മ കണ്ടില്ലേ? അങ്ങനെ ദോശ എടുത്തിട്ട് കടലയെടുത്ത് ചമ്മന്തിയിലെടുത്ത് കടല ചാടിപ്പോയല്ലോ. ചമ്മന്തിയിലെടുത്ത് അങ്ങനെയാ തിന്ന ദോശ. നല്ല ഇപ്പോൾ കടല എങ്ങനെ ആക്കിയ അടിപൊളിയാണ് കേട്ടോ. സൂപ്പറാണ്. ഞാൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ചെയ്തിട്ടുള്ളൂ, അധികം ചെയ്യാറില്ല കേട്ടോ. ഇന്നിപ്പോൾ മല്ലിപ്പൊടി ഇല്ലയെന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് പ്ലാൻ ഇട്ടത്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഉണ്ടാക്കിയത് ഇങ്ങനെ കുറച്ച് തിന്നൊക്കെ നോക്കിയ അടിപൊളി. കട്ടൻ ചായൻ്റെ കൂടെ 4 മണിക്കൊക്കെ കഴിക്കാൻ സൂപ്പറായിരിക്കും. ആ പെരുംജീരകത്തിൻ്റെ മണവും ഗരം മസാല വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം. പക്ഷെ ഞാൻ ആ ഗ്രീൻ പീസിൻ്റെ ഒരു മണം ഉണ്ടാവുമല്ലോ എന്തായാലും. ആ ഗ്രീൻ പീസിൻ്റെ മണമൊന്ന് മാറിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കുറച്ച് ഗരം മസാല ഇട്ടിട്ടാ. സംഭവം എന്തായാലും അടിപൊളിയായി. ചോറിനൊന്നും അല്ല, വെറുതെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. അങ്ങനെ രാവിലത്തെ തിരക്കുകളെല്ലാം കഴിഞ്ഞത് പാലെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത്തൊക്കെ കൂടിപ്പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് മുഴുവനായി കണ്ട് സഹകരിക്കണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.